അമേരിക്കൻ ഏജന്റുമാരും ചൈനീസ് സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനത്തിനിടെ അമേരിക്കൻ സീക്രട്ട് സർവീസ് ഏജന്റുമാരും ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ ശാരീരിക ഏറ്റുമുട്ടൽ നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ചൈനയിലെ ചരിത്ര പ്രസിദ്ധമായ സ്വർഗക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ആയുധധാരികളായ അമേരിക്കൻ ഏജന്റിനെ ചൈനീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. വേദിയുടെ പിൻവശത്തെ കവാടത്തിൽ ഇരുവിഭാഗവും തമ്മിൽ അരമണിക്കൂറോളം നീണ്ട വാഗ്വാദവും ഉന്തും തള്ളും ഉണ്ടായതിനെ തുടർന്ന് നിശ്ചയിച്ചിരുന്ന ചടങ്ങുകൾ വൈകുകയും ചെയ്തു. ഒരു ദശാബ്ദത്തിനിടെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ആദ്യ ചൈനീസ് സന്ദർശനമാണിത്. ടെസ്ല സിഇഒ എലോൺ മസ്ക്, എൻവിഡിഎ സിഇഒ ജെൻസൺ ഹുവാങ് തുടങ്ങിയ പ്രമുഖ വ്യവസായികളും ട്രംപിനൊപ്പമുണ്ട്. വ്യാപാരം, പ്രാദേശിക സുരക്ഷ, തായ്വാൻ വിഷയം എന്നിവ ചർച്ച ചെയ്യാനാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. തായ്വാൻ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അപകടത്തിലാക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ട്രംപിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. സുരക്ഷാ തർക്കങ്ങൾക്കിടയിലും നല്ല വിളവെടുപ്പിനായുള്ള പ്രാർത്ഥനാ ഹാളിന് മുന്നിൽ വെച്ച് ഷീ ജിൻപിങ് ട്രംപിനെ ഔദ്യോഗികമായി സ്വീകരിച്ചു. ചൈനീസ് ചക്രവർത്തിമാർ പണ്ട് പ്രാർത്ഥനകൾ നടത്തിയിരുന്ന അതീവ പവിത്രമായ ഈ സ്ഥലത്ത് വെച്ച് ഇരു നേതാക്കളും ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തുടർന്ന് വൈകുന്നേരം ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിലും നടന്ന ഔദ്യോഗിക വിരുന്നിലും ട്രംപും ഷിയും പങ്കെടുത്തു. സന്ദർശനത്തിലുടനീളം അമേരിക്കൻ മാധ്യമപ്രവർത്തകർക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ചൈന ഏർപ്പെടുത്തിയത്. ചൈനയിലെ കടുത്ത ചൂടിലും റിപ്പോർട്ടർമാരുടെ വെള്ളക്കുപ്പികൾ കണ്ടുകെട്ടുകയും ബാത്റൂം ഉപയോഗത്തിന് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ചൈനയുടെ സൈബർ നിരീക്ഷണത്തിൽ നിന്നും രക്ഷ നേടാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരോടും മാധ്യമപ്രവർത്തകരോടും താൽക്കാലിക ഫോണുകളും ഇമെയിൽ അക്കൗണ്ടുകളും മാത്രം ഉപയോഗിക്കാൻ അമേരിക്കൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് നേതാക്കൾ ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും വീണ്ടും മുഖാമുഖം ചർച്ചകൾ നടത്തുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വെറും കൂടിക്കാഴ്ചയിലേക്കല്ല, ആ കൂടിക്കാഴ്ച നടന്ന സ്ഥലത്തേക്കുമായിരുന്നു. ചൈനയുടെ ഹൃദയഭാഗത്ത് കനത്ത സുരക്ഷയും കടുത്ത രഹസ്യ സ്വഭാവവും കൊണ്ട് ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും അടഞ്ഞ അധികാര കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സോങ്നൻഹായിലാണ് ട്രംപിന് ഷീ ജിൻപിങ് രണ്ടാം ദിവസത്തെ ചർച്ചകൾക്കായി സ്വാഗതം ചെയ്തത്. സാധാരണ വിദേശ നേതാക്കൾക്ക് അപൂർവമായി മാത്രം തുറന്നുകൊടുക്കുന്ന ഈ രാഷ്ട്രീയ കോട്ടയുടെ വാതിലുകൾ ട്രംപിനായി തുറന്നത് വെറും നയതന്ത്ര സൗഹൃദത്തിന്റെ അടയാളമല്ല, ലോകരാഷ്ട്രീയത്തിൽ മാറുന്ന ശക്തി സമവാക്യങ്ങളുടെ ശക്തമായ സന്ദേശമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ഷീ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനം കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അമേരിക്ക ചൈന ബന്ധം ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നിർണായകമായ അച്ചുതണ്ടായി മാറിയിരിക്കുന്നതിനാലാണ്. വ്യാപാര യുദ്ധം, സാങ്കേതിക മത്സരം, കൃത്രിമ ബുദ്ധി, തായ്വാൻ പ്രശ്നം, ദക്ഷിണ ചൈന കടൽ, റഷ്യ ഉക്രൈൻ യുദ്ധം, മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ, ലോകത്തിലെ മിക്ക പ്രധാന വിഷയങ്ങളിലും ചൈനയുടെയും അമേരിക്കയുടെയും ബന്ധം നിർണായക സ്വാധീനം ചെലുത്തുന്നു. അതിനാൽ തന്നെ സോങ്നൻഹായിൽ നടന്ന ഈ കൂടിക്കാഴ്ച വെറും നയതന്ത്ര ചടങ്ങല്ല, ലോക ശക്തി സമവാക്യങ്ങൾ വീണ്ടും എഴുതപ്പെടുന്ന നിമിഷങ്ങളിലൊന്നായി ഇതിനെ പലരും കാണുന്നു. സോങ്നൻഹായ് ഇന്നും ലോകത്തിന് പൂർണ്ണമായും തുറന്നിട്ടില്ലാത്ത ഒരു രഹസ്യ ലോകമാണ്. അവിടെയുള്ള മുറികളിൽ എന്താണ് സംസാരിക്കപ്പെടുന്നത്, എന്തെല്ലാം തീരുമാനങ്ങളാണ് രൂപം കൊള്ളുന്നതെന്ന് പലപ്പോഴും പുറം ലോകം പിന്നീട് മാത്രമാണ് അറിയുന്നത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ചൈനയുടെ രാഷ്ട്രീയ ഹൃദയമായി ഈ സമുച്ചയം തുടരുന്നുണ്ട്. അതിന്റെ മതിലുകൾക്കുള്ളിൽ നടക്കുന്ന ഓരോ കൂടിക്കാഴ്ചയും ലോകരാഷ്ട്രീയത്തിന്റെ ഭാവിയെ സ്വാധീനിക്കാനുള്ള ശേഷിയുള്ളവയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.